രാജേഷ് ഇവരെല്ലാം മീറ്റിങ്ങിനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ മുമ്പ് ACSുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ 21 വിശദമായൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം സംസാരിച്ചു. അപ്പോൾ ഇതിൽ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് നമ്മുടെ പോസ്റ്റ് ക്രിയേഷൻ്റെ കാര്യം. ഇന്നിപ്പോൾ ഒരു ഓർഡർ ആയിട്ടുണ്ട് 44 പോസ്റ്റുകൾ. അത് കാസർഗോഡും വയനാടും മാത്രമാണ്. അത് പ്രൊഫസർ പോസ്റ്റും അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റും മാത്രമാണുള്ളത്. പ്രൊഫസർ പോസ്റ്റ് 22 എണ്ണവും അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റ് 22 എണ്ണം. അപ്പോൾ അത് ഏതൊക്കെ കോളേജിൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ഓർഡർ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ പോസ്റ്റുകളില്ല. അപ്പോൾ അതിലും ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ കൊടുത്തു. അപ്പോൾ മിനിസ്റ്റർ ഉടനെ തന്നെ അടുത്ത അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റുകളുടെയും ബാക്കി പോസ്റ്റുകളുടെയും പ്രൊപ്പോസൽ എത്രയും പെട്ടെന്ന് സമർപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻട്രി കേഡറിൻ്റെ പേ ഡ്രോപ്പും അതുപോലെ തന്നെ അവരുടെ പ്രൊമോഷൻ്റെ ഡ്യൂറേഷൻ കൂട്ടിയ കാര്യവും. അപ്പോൾ ഇത് രണ്ടും ഫൈനാൻസിലേക്ക് ഇവിടുന്ന് 2 ദിവസത്തിനകം തന്നെ ഫയൽ മൂവ് ചെയ്യുന്നതാണ്. ഉടനെ തന്നെ അവിടെ എത്തിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ മൂന്നാമത് സാലറി അരിയേഴ്സിൻ്റെ കാര്യവും അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോർ ഹെൽത്തിനെ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് അവർ സംസാരിക്കാം. അതുപോലെ ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും ഒരു മീറ്റിംഗ് നോക്കാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടൊരു മിനിറ്റഡ് മീറ്റിംഗാണ് ആവശ്യപ്പെട്ടത്. കാരണം ഹെൽത്തിൽ നിന്ന് പോസിറ്റീവായിട്ടാണ് മിക്കവാറും എല്ലായ്പ്പോഴും ഫയലുകൾ പോവുക. പക്ഷേ ഫൈനാൻസിലെത്തുമ്പോഴാണ് തീരുമാനം ഉണ്ടാകാതിരിക്കുക. ഈ 2022 പോയ ഫയലിലാണ് ഇതുവരെ തീരുമാനം ആകാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിന് മാത്രമായിട്ട് അതിലൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫൈനാൻസുമായിട്ട് തന്നെ ഒരു മിനിറ്റഡ് മീറ്റിംഗ് വേണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു ടൈം ഫ്രെയിം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഫൈനാൻസിൽ നിന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതിൽ ഞങ്ങൾക്കൊരു ഉറപ്പ്, അതായത് ഒരു ഓർഡർ ഉറപ്പോ എങ്ങനെ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരപരിപാടികളെ നിന്നും മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ ഇടപെട്ടു, അത് നല്ല കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഉറപ്പോ ഫൈനാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സമരം തുടർന്നു പോകാനാണ് തീരുമാനം. ഫൈനാൻസിൽ നിന്ന് ഇതിനിടയിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുകയോ അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകുകയോ ചെയ്താൽ മാത്രമേ ഞങ്ങൾ സമരപരിപാടികളിൽ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ ചിന്തിക്കുന്നുള്ളൂ. ഉണ്ട്, അതിൽ മാറ്റമില്ല. ജൂലൈ 1 മുതൽ ആരംഭിച്ച സമരമാണ്. അതെ അതെ, അല്ല അതുകൊണ്ടാണ് ഇപ്പോഴാണ്. അപ്പോൾ ഇത്രയും ടൈം ഫ്രെയിം, അതായത് വർഷങ്ങളുടെ ടൈം ഫ്രെയിം കഴിഞ്ഞു. സമരം തുടങ്ങിയിട്ട് 4 മാസത്തിൽ കൂടുതലായി. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചു. വളരെ പോസിറ്റീവായിട്ട് 2 ദിവസത്തിനകം എൻട്രി കേഡറിൻ്റെ അയക്കാം, സാലറി അരിയറിൻ്റെ ഒക്കെ ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ളത് മിനിസ്റ്റർ ഉറപ്പ് തന്നിരിക്കുകയാണ് ചർച്ചയിൽ. പക്ഷേ അത് ഫൈനാൻസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. 13 സമ്പൂർണ്ണ OP ബഹിഷ്കരണമാണോ നിലവിൽ തുടരുന്നത് പോലെ OP ബഹിഷ്കരണമാണോ? അല്ല, ഞങ്ങൾ സമ്പൂർണ്ണ ബഹിഷ്കരണമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇലക്റ്റീവ് കേസസ് ഉൾപ്പെടെ ഉള്ള ബഹിഷ്കരണമാണ് ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് 13-ന്. അപ്പോൾ അതിൽ നിന്ന് ആസ് ഓഫ് നൗ നമ്മൾ മാറാനായിട്ടുള്ള തീരുമാനമില്ല. എമർജൻസി വിഭാഗം പ്രവർത്തിക്കും. എമർജൻസി, ലേബർ റൂം, ICUs. പിന്നെ നമ്മൾ കിടത്തിയിരിക്കുന്ന പുതിയ അഡ്മിഷൻസ് OP വഴി ഉണ്ടാവില്ല, കാഷ്വാലിറ്റി വഴിയുള്ള അഡ്മിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പണിമുടക്കിലേക്ക് തന്നെയാണ് തീരുമാനം.